ഫെമിനിസം എന്ന് പറയുന്നത്. ലിബറൽ ഫെമിനിസം ആണ് വേണ്ടുന്നത്, പക്ഷെ ഇതിനെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ച് റാഡിക്കൽ ഫെമിനിസം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയൂ? എന്താണ് ഈ ലിബറൽ ഫെമിനിസം, എന്താണ് റാഡിക്കൽ ഫെമിനിസം? ലിബറൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈക്വൽ സ്റ്റാറ്റസ് മതി, അതിൽ കൂടുതൽ വേണ്ട. പക്ഷെ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കി അതിന്മേൽ ആണിന് മേളിൽ പെണ്ണ് വരണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഫെമിനിസത്തിൽ എവിടെയും ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസത്തിലും ആണുങ്ങൾക്ക് മുകളിൽ സ്ത്രീകൾ നിൽക്കണം എന്ന് പറയുന്നില്ല. ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പലരും ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളജി പോലും ഇത്രയധികം വെറുക്കുന്നത്. ഇഫ് എ വുമൺ ഹേറ്റ്സ് എ മാൻ, ദാറ്റ് ഇസ് മിസാൻഡ്രി. മിസാൻഡ്രിയും ഫെമിനിസവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ലിബറൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈക്വൽ സ്റ്റാറ്റസ് മതി, അതിൽ കൂടുതൽ വേണ്ട. പക്ഷെ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കി അതിന്മേൽ ആണിന് മേളിൽ പെണ്ണ് വരണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക്. റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് ആണിന്റെ മുകളിൽ പെണ്ണ് നിൽക്കുക എന്നല്ല. നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് പേട്രിയാൽക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി റീ ഓർഡർ ചെയ്തിട്ട് മെയിൽ ഡോമിനൻസ് എവിടെയുണ്ടോ അവിടെയെല്ലാം അത് ബ്രേക്ക് ചെയ്ത് ഇക്വാലിറ്റി വരണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി റീ ഓർഡർ ചെയ്യണം എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം. അല്ലാതെ ആരെയും മുകളിൽ നിൽക്കണം എന്നല്ല. ആൻഡ് ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ജെൻഡർ ഇക്വാലിറ്റി വരണം, അത് റിഫോം ചെയ്തിട്ട്, അതായത് ലീഗലി ആൻഡ് പൊളിറ്റിക്കലി അത് റിഫോം ചെയ്തിട്ട് ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം നിലനിന്നുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ എവിടെയും ആണുങ്ങളെ വെറുക്കണമെന്നോ ആണുങ്ങളെ മുകളിൽ നിൽക്കണമെന്നോ ഒന്നും പറയുന്നില്ല. സ്ത്രീപക്ഷമായി എന്തെങ്കിലും സംസാരിച്ചാലും ഫെമിനിറ്റി കാറ്റഗറി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ആവശ്യമില്ലാത്തതുള്ളത് എല്ലാത്തിനും കൂടെ റിയാക്ട് ചെയ്യുന്നോണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരിക്കലും അല്ല. നമ്മൾ റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യാൻ തന്നെ വേണം. പേട്രിയാർക്കിനെ 100% ബ്രേക്ക് ചെയ്യണം. ഫ്യൂച്ചറിലെങ്കിലും നമുക്ക് അത് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഏതൊക്കെ സ്പേസിൽ എവിടെയൊക്കെ മെയിൽ ഡോമിനൻസിനെയും പേട്രിയാർക്കിനെയും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ, നോർമലൈസ് ചെയ്യുന്നുണ്ടോ, ആ സ്പേസിലൊക്കെ നമ്മൾ സംസാരിക്കണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെമിനിസം ഫൈറ്റ് ചെയ്യുന്നത് പേട്രിയാർക്കിക്കെതിരെയാണ്, ആണുങ്ങൾക്കെതിരെയല്ല. ഫെമിനിസത്തിൽ തന്നെ അത് 4 വേവ്സ് ആയിട്ട് തുടങ്ങിയതാണ്. 3 ടൈപ്സ് ഉണ്ട്. ഇനി ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്. അത് കൂടാതെ ഒരു സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഫെമിനിസം ഉണ്ട്. അത് ഈ ഒരു ആണുങ്ങളുടെ ഡോമിനൻസ് ഉള്ള എല്ലാ ഭാഗത്തു നിന്നും കംപ്ലീറ്റ്ലി മാറി നിൽക്കുക, അവിടെ നിന്ന് സെപ്പറേറ്റ് ആവുക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഫെമിനിസം ഉണ്ട്. അതും ഫൈറ്റ് ചെയ്യുന്നത് പേട്രിയാർക്കിക്ക് എതിരെയാണ്. അല്ലാതെ മിസാൻഡ്രി എന്ന് പറയുന്നത് ഫെമിനിസത്തിന് ഒരു ഫോം അല്ല. ഫെമിനിസത്തിൽ എവിടെയും ഒരിക്കലും നിങ്ങൾ ആണുങ്ങളെ വെറുക്കുക, അവരുടെ മുകളിൽ നിൽക്കുക എന്ന് പറയുന്നില്ല. Let it sink in.